പിന്നെ ഇതെന്താണെന്ന് പിടികിട്ടിയോ? വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് ബസുമതി റൈസാണ് ഇട്ടേക്കുന്നത്. അരി നന്നായി കഴുകി ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് വീണ്ടും ആ വെള്ളം നമ്മൾ പോകാൻ വേണ്ടി വറുത്ത് വെക്കണം. എന്താണെന്ന് മനസ്സിലായി, ഇത് കൊഞ്ചിൻ്റെ സൂപ്പാണ്. 1 കിലോ കൊഞ്ചുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തല വൃത്തിയായി കഴുകി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കുറച്ച് കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചേക്കുവാണ്. നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ഗാർലിക് പ്രോൺസ് റൈസാണ്. അപ്പോൾ 1 ഗ്ലാസ് അരിയെ ഞാൻ എടുത്തുള്ളൂ. അപ്പോൾ ഒരു 10-20 കൊഞ്ച് എടുത്തു. അതുകൂടാതെ ഒരു 4-5 കൊഞ്ച് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് തിന്നുമ്പോൾ ഒരു രുചിക്ക് വേണ്ടിയാണ്. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമ്മൾ അതിലേക്ക് ചേർക്കണം. വീണ്ടും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കുന്നില്ല, കാരണം ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൽ ഉപ്പുണ്ട്. അതിനുശേഷം ഒരു പാത്രം ഒന്ന് ചൂടായി വരുമ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർക്കാം. ഞാനിപ്പോൾ ഇച്ചിരി ബട്ടറാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബട്ടർ ചേർത്തിട്ട് ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോൾ അപ്പം തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഞാനൊരു 7-8 അല്ലി എടുത്തായിരുന്നു. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ഇടുന്നത്. അതൊന്ന് വാടി വരണം, ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകണ്ട. അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 പച്ചമുളകാണ്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മൾക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൊഞ്ചിനധികം വേവില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഒരു മിനിമം ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ മാത്രം മതി. മാത്രമല്ല അത് പിന്നെ വെള്ളത്തിൽ അരി വേവുമ്പം ഇത് വീണ്ടും കുക്കാവുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നേരത്തെ വെള്ളമൊക്കെ പോകാൻ വേണ്ടി വെച്ചിരുന്ന അരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ കാണും. അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഒരുപാട് നേരം ഫ്രൈ ചെയ്ത് അരിയുടെ കളറ് മാറ്റാൻ നമ്മൾ നിൽക്കേണ്ട. അപ്പോൾ ഇത് ഏകദേശം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. ഇനി ഇതിലേക്ക് അരി കുക്കാവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. നേരത്തെ സൂപ്പ് ഉണ്ടാക്കി വെച്ചതുകൊണ്ട് കൊഞ്ചിൻ്റെ നമ്മൾ അതാണ് ചേർക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പോൾ കൊഞ്ചും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരു 1.25 ഗ്ലാസ് സൂപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. സൂപ്പ് ഞാനൊരു 2 ഗ്ലാസ് വെള്ളം വെച്ചാണ് സൂപ്പ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ സൂപ്പിൽ ഈ അരി ഇങ്ങനെ വീഴുമ്പം ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പം ഇത് തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് സ്ലോയിൽ ഇത് കുക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് അനക്കാതെ വെക്കാം. അപ്പോൾ അനക്കാതൊക്കെ വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇതെടുത്തത്. അപ്പോൾ നന്നായിട്ടിത് വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് മല്ലിയിലയോ ലെറ്റസോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. അപ്പോൾ ഈ പച്ച കളർ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണിത്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഭയങ്കര ഈസിയാണ്. അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.